ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്നുള്ളതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി നിങ്ങളായിട്ട് പങ്കുവച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്നും ഇടുക, എന്ത് കണ്ടന്റ് ഒക്കെ ചെയ്യുക, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നതും നല്ല രീതി നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വല്ലാതെ കാണിക്കാതെ നമുക്ക് നാച്ചുറലി എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ കണ്ടന്റുകളിൽ എനിക്ക് ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്തോട്ട് പോവാണ്, നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ പോവാണ്, അതൊരു വ്ളോഗ് ആക്കാം. ഒരു കല്യാണാണ്, അത് ഒരു വ്ളോഗ് ആക്കാം. പിന്നെ നമ്മുടെ തോട്ട്സ്, നമുക്കൊരു നമ്മുടേതായൊരു വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഓരോ വ്ളോഗുകളാക്കാം. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് വ്ളോഗുകൾ ചെയ്യാം. അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വ്ളോഗാണ് ചെയ്യാൻ പറ്റുക, ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മോണിറ്റൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചു ഒരു ടെൻഷനും അടിക്കേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എങ്ങനെയാ ഞാൻ 4000 വാച്ച് ആയി കഴിഞ്ഞു. എൻ്റെ ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ആയി. ഒരു മാസം മുമ്പേ ആയോ എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതുപോലെ ഞാൻ എല്ലാം ഫോളോ ചെയ്ത് പോയത് കൊണ്ട് മാത്രം, സീരിയസ് ആയിട്ട് ഇതെല്ലാം ചെയ്തത് കൊണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ട് എൻ്റെ 4000 വാച്ചേഴ്സ് ആയി. 1000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ്, ഒരു 2000 ചില്ലാൻ സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിലാ വന്നു. അതാ ഞാൻ പറയുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ട. എല്ലാ കാര്യങ്ങളും A to Z ആയിട്ട് യൂട്യൂബിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവര് മെയിൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു മെയിൽ ചെയ്ത് തന്നു, നിങ്ങൾ ഇതിന് സക്സസ് ആയിട്ടുണ്ട്, അടുത്ത് തന്നെ നിങ്ങളുടെ ടാക്സ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു, എനിക്ക് നല്ലോണം വാച്ചേഴ്സ് ഒക്കെ ആയി. എനിക്കൊരു $100 ആയി. $100 എനിക്കായത് ഒരു 3-4 മാസം ആയപ്പോഴത്തേക്കും, 3 മാസം ആയപ്പോഴത്തേക്കും, ഒരു 2 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് മിനിമം വേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ പാസ്സായി. പിന്നെ എനിക്ക് മോണിറ്റൈസ്ഡ് ആയത് 1000 മോണിറ്റൈസ്ഡ് ആയതല്ല, എന്റെ ആദ്യത്തെ പേയ്മെന്റ് ഓക്കെ ആയത് ഞാൻ ആ മരം റിസോർട്ടിൽ പോയ സമയത്താണ് എനിക്ക് ആദ്യത്തെ മെയിൽ വന്നത്, നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയി, അധികം വൈകാതെ നിങ്ങൾക്കുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങൾ തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് യൂട്യൂബ് കമ്പനി നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ആ ഓരോ മെയിലിലും അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയും അവർ അറ്റാച്ച് ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ തന്നെ എന്താണോ അതിൽ അവർ പറഞ്ഞേക്കുന്നത് ആ സംഭവം എടുത്ത് യൂട്യൂബിൽ അടിച്ചാൽ മലയാളം വീഡിയോസും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നമുക്ക് ടാക്സ് ഫോമുകൾ ഫില്ല് ചെയ്യാൻ വരുന്നുണ്ട്. അതിൽ എനിക്ക് അറിയാത്തൊരു മേഖല വന്നത്, നമ്മള് ഫില്ല് ചെയ്യുമ്പോ നമ്മള് ഇന്ത്യൻ ആണ്, അവര് അമേരിക്കൻ കമ്പനി, അപ്പൊ നമ്മള് അവർക്ക് ഫോറിനേഴ്സ് ആണ്. അത് മാത്രമാണ് എനിക്ക് തെറ്റിപ്പോയിട്ട് ഞാൻ അത് നോക്കി ക്ലിയർ ചെയ്ത് സെറ്റാക്കി അയച്ചു കൊടുത്തത്. അതായത് അവർക്ക് നമ്മൾ പുറം ദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ വീഡിയോസ് ഇടുന്ന ഒരാളാണ്, അപ്പൊ നമ്മൾ ഫോറിനർ ആണെന്നുള്ളത് മാത്രം മറക്കരുത്. പിന്നെ അതിൽ ഓരോ ഫോമും എങ്ങനെയാ ചെയ്യണമെന്ന് ഡീറ്റെയിൽഡ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ അതിന് വേണ്ടി ഇനി വീണ്ടും ആ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മിനിമം എത്രയാണ് ആദ്യത്തെ ഇൻകം കിട്ടുക, എനിക്ക് വന്ന ചോദ്യങ്ങൾക്കാണ് കേട്ടോ ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നത്. ചേച്ചിക്ക് എത്രയാണ് യൂട്യൂബ് ഇൻകം കിട്ടിയത്, എത്ര ദിവസം കൊണ്ടാണ് കിട്ടിയത്, എങ്ങനെയാണ്, എത്ര രൂപ വേണം, അങ്ങനെ. എനിക്ക് സാധാരണ എല്ലാവർക്കും ഒരു നമുക്ക് ശരിക്കും പറഞ്ഞ 88 സംതിങ് ആണ് $1 എന്ന് പറയുന്നത്. അപ്പൊ $100 എന്ന് പറയുമ്പോൾ ഒരു 9000 രൂപയുടെ അടുത്തുള്ള എമൗണ്ട് ആണ് ആദ്യം $100 ആയെന്ന് വെച്ചാൽ കിട്ടുക. എനിക്ക് $130 ആയിട്ടുണ്ടായിരുന്നു. 130 അല്ലേ, $130 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു 13,000 സംതിങ് കിട്ടി. 13,230 രൂപ എങ്ങാണ്ടാണ് എനിക്ക് ആദ്യത്തെ യൂട്യൂബ് ഇൻകം കിട്ടിയത്.
അത് എനിക്ക് അതിൽ കുറച്ച് ഷോർട്സ് എന്റെ മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസിന് എല്ലാത്തിനും വലിയ വീഡിയോസിനൊന്നും വലിയ റീച്ച് ഒന്നും ഉണ്ടായില്ല. എന്നിട്ടും എനിക്ക് അതുപോലെ എമൗണ്ട് കിട്ടി. ആദ്യത്തെ ഇത് എനിക്ക് വരുമാനം ഇത്ര നേരത്തെ എനിക്ക് കിട്ടി. ഞാൻ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചതാണ് എന്റെ വീഡിയോ സക്സസ് ആയിട്ട് എനിക്ക് ആദ്യത്തെ ഇൻകം കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്കതൊരു 4 മാസം കൊണ്ട് ഓക്കെ കിട്ടുകയല്ല, ഓക്കെ ആയി, അതിൽ കാണിച്ചു ഇത്ര ഡോളർ കിട്ടും, ഇന്ന ഡേറ്റിനുള്ളിൽ വരും എന്നുള്ളത്. എനിക്ക് വന്നപ്പോ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞിട്ട്, എത്രയാന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് $130 ആണ് എന്നുള്ളത് അറിഞ്ഞിട്ടും അത് കിട്ടാൻ എനിക്ക് ഒരു മാസം വീണ്ടും എടുത്തു. അതായത് ആദ്യത്തെ പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് എന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഈ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഗൂഗിളില്, അതിൽ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞ് മെയിൽ വരും. ആ മെയിലിൽ തന്നെ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ കയറിയിട്ട് നമ്മുടെ ഏതാണോ അക്കൗണ്ട് അതൊക്കെ കൊടുക്കുക. അതിലെ ടാക്സ് സംഭവങ്ങളൊക്കെ വെരിഫൈ സംഭവങ്ങളൊക്കെ ചെയ്തു, കുറെ ഫോമുകൾ ഫില്ല് ചെയ്യേണ്ട അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറയുന്ന ഡേറ്റ് സാധാരണ യൂട്യൂബ് നമുക്ക് ഇൻകം ഇടുന്നത് 21-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയുള്ള ടൈമിലാണ് നമ്മുടെ യൂട്യൂബ് ഇൻകം വരിക. 21-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയുള്ളത്. അതിപ്പോ ഈ മാസം നമുക്ക് $100 ആയില്ലെങ്കിൽ 21-ാം തീയതി തൊട്ട് കിട്ടില്ല കേട്ടാ, കഴിഞ്ഞ മാസം ആയില്ലെങ്കിൽ. അപ്പൊ 2 മാസം കൂടി ഒരുമിച്ച് ഒരു $100 മുകളിലായിട്ടുണ്ടെങ്കിൽ പിന്നത്തെ മാസം വരും. അങ്ങനെ എല്ലാ മാസവും കിട്ടുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. $100 മുകളിലായാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യത്തെ ഇൻകം വന്നത് അങ്ങനെയാണ്. ഒരു 13,000 സംതിങ് ആണ് എനിക്ക് ആദ്യത്തെ ഇൻകം വന്നത്. അത് വന്നത് 21-ാം തീയതി തൊട്ട് 26-ാം തീയതി എന്നുള്ള ആ ഒരു ഡേറ്റ് പീരീഡിന്റെ ഉള്ളിലാണ് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. അതിന് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ വീഡിയോസിനും എത്ര ഡോളർ വെച്ചാ കയറിയേക്കണേ, ഏറ്റവും കൂടുതൽ ഏത് വീഡിയോ ആണ് കയറി പോയേക്കണേ, ഏറ്റവും കൂടുതൽ വ്യൂസ് ഏതിനാ വന്നേക്കണേ, ഏറ്റവും കൂടുതൽ കമന്റ്സ് ഏതിനാ വന്നേക്കണേ, റിയാക്ഷൻസ് ഏതിനാ വന്നേക്കണേ, എല്ലാം ഗ്രാഫുകളായിട്ടും എമൗണ്ടുകളായിട്ടും എല്ലാം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അത് എന്തിനാ അറിയണേന്ന് വെച്ചാ, നമുക്ക് ആദ്യത്തെ ഒരു ഇൻകം കിട്ടി, ആദ്യത്തെ ഒരു മാസം സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഏതെല്ലാം വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഏത് തരം ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ എന്റെ ഏത് തരം വീഡിയോസ് ആണ് അവർക്ക് ഇഷ്ടാവുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ അത് ശ്രദ്ധിച്ച് പിന്നത്തെ മാസം തൊട്ട് നമ്മൾ അത് ശ്രദ്ധിച്ച് ആ രീതിക്കുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പൊ ഒരു ഫിഷിംഗ് ഫ്രീക്സ് എന്നൊക്കെ പറഞ്ഞ ചാനലുകളിൽ ആളുടെ വീഡിയോസ് എന്തൊക്കെ വ്ളോഗിങ് ചെയ്താലും ഫിഷിംഗ് ആണ് ആള് ചെയ്യണത് കൂടുതൽ കയറി പോകും അല്ലെ. പലർക്കും പലതാ. ഇപ്പൊ ചില കുക്കിംഗ് വ്ളോഗുകൾ ഉള്ളവർക്ക് ആ കുക്കിങ്ങിന്റെ മാത്രം ആൾക്കാർ അവർ ടൂർ പോയി കൊണ്ട് വീഡിയോ ഇട്ട് അതിന് റീച്ച് കിട്ടില്ല അധികം. അപ്പൊ നമുക്ക് വരുന്ന ഓഡിയൻസ് ഒരു സെലക്റ്റഡ് ഓഡിയൻസ് ആണ്, എല്ലാവരും ഉണ്ടാവില്ല. അപ്പൊ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വീടിനെ ഇഷ്ടപ്പെടുന്നവരും എന്റെ ഈ പൊട്ടത്തരം സംസാരം ഇഷ്ടപ്പെടുന്നവരും പിന്നെ നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവരാ. അതായത് ഞാൻ ഇടുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് അങ്ങനെയാണ്. ചെടികള്, മീനുകള്, കിളികള്, വീടിന്റെ ഇതുകള്, അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പൊ പലരും പല രീതിക്ക് വീഡിയോസ് ഇടുമ്പോ അതിൽ ഏത് വീഡിയോ ആണോ ആദ്യം നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് വീഡിയോ ഇട്ടും വേണമെങ്കിൽ നോക്കാം. അപ്പൊ അതിൽ ഏതാ കൂടുതൽ റീച്ച് കിട്ടണേ ആ രീതിക്ക് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇല്ലെങ്കിൽ പല ടൈപ്പ് വീഡിയോസ് ഇട്ട് നോക്കാം. അതിൽ ഏതാണോ റീച്ച് കിട്ടണേ അതനുസരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ അങ്ങനെയാണ്. റീച്ച് എങ്ങനെയാ കിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോസ് മുടങ്ങാതെ ഇടുക. ആഴ്ചയിൽ ഇപ്പൊ ഒരു വീഡിയോ ആണോ ഇടണേ ആ ഒരു വീഡിയോ കറക്റ്റ് ഇടണം, ആ ദിവസം തന്നെ ഇടുന്ന ടൈമിൽ തന്നെ ഇടാൻ നോക്കാം. ഷോർട്സ് നമ്മൾ ആഴ്ചയിൽ ഒരു 5 എണ്ണം ആണോ ഇടണേ ആ 5 എണ്ണം കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കുക. അപ്പൊ തന്നെ നമ്മുടെ റീച്ചൊക്കെ പതുക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തും. പിന്നെ ഒരു വർഷമായിട്ടും സക്സസ് ആയില്ല എന്ന് ഇതൊന്നും നിർത്തരുത്. ചിലപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞ് പിന്നത്തെ മാസമായിരിക്കും നിങ്ങൾ സക്സസ് ആവാൻ പോണേ. അപ്പൊ ഇതുവരെ സക്സസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നഷ്ടവും. അപ്പോ എന്റെ ആദ്യത്തെ യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് 13,230 രൂപ കണ്ടാണ്. 230 തോന്നുന്നു കറക്റ്റ് എമൗണ്ട്. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ ഇൻകം അതിലും കുറച്ച് കുറവാണ്. അതെന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ കൊളാബുകളും കാര്യങ്ങളും ചെയ്താൽ എന്റെ റീച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായി. എന്നാലും 10-ന് മേലെയുണ്ട്. അപ്പൊ അങ്ങനെ ഇൻകങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ റീച്ചിനനുസരിച്ച്. പിന്നെ ഈ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ അത് ഓക്കെ ആയി നമ്മൾ നല്ല സ്പീഡായിട്ട് വീഡിയോസ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് ചെയ്ത് വീഡിയോസ് കൂടുതൽ എണ്ണം ഇടാൻ നോക്കുക. ഷോർട്സ് അല്ല, ലോങ് വീഡിയോസ്. അങ്ങനെ ഇട്ടുകൊണ്ടുള്ള ഗുണം ലോങ് വീഡിയോസ് കൂടുമ്പോൾ നമ്മുടെ വാച്ച് അവേഴ്സ് കൂടും, നമ്മുടെ ഇൻകം കൂടും.
അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം വായൽനാക്കും സാമർഥ്യവും, അതായത് നല്ല രീതിക്ക് സംസാരിക്കാനും, വെറുതെ വായൽനാക്കും വാരി വലിച്ച് സംസാരിക്കാനല്ല ഞാൻ പറയണേ, നല്ല രീതിക്ക് സംസാരിക്കാനും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാരാണ്. ഇപ്പൊ വീട്ടിൽ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, അല്ലെ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻകം ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. ഞാൻ 2 വർഷം കൊണ്ടാണ് ഇത് സെറ്റ് ആക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്ന ഒരു ഗോള് എനിക്കൊരു 6 മാസം ആയപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ ഇൻകം വന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും അത് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇൻകം വന്നതിനെ കുറിച്ച്. മോണിറ്റൈസ്ഡ് ആവുമ്പോ തൊട്ട് ഓരോ ഘട്ടത്തിലും യൂട്യൂബ് തന്നെ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഒരു ടാക്സിന്റെ സംഭവം ഫില്ല് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കാൻ പറയും. പിന്നെ നമ്മൾ വെയിറ്റിംഗ്, അതെന്താ എന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ഇതുവരെ എന്റെ എമൗണ്ട് വന്നില്ലല്ലോ. ചിലപ്പോൾ ആ മാസം വരില്ല, പിന്നത്തെ മാസമായിരിക്കും വരിക. അതിലെഴുതി കാണിക്കും ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെയെന്ന്. പക്ഷെ ആ മാസം വരില്ല, ചിലപ്പോൾ പിന്നത്തെ മാസമായിരിക്കും. വന്നു തുടങ്ങിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റാതെ 21-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ $100 മേലെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അപ്പോ അങ്ങനെ ഞാനും ഒരു യൂട്യൂബർ ആയി. ഇനി ഈ യൂട്യൂബിനെ കുറിച്ച് വേറെ എന്താ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതെന്ന് ചോദിച്ചോളൂ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ മോണിറ്റൈസേഷനെ കുറിച്ച് എനിക്ക് ഇതൊക്കെയാ പറയാനുള്ളത്. 4000 വാച്ച് അവേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആയി, യൂട്യൂബ് നമ്മളെ അംഗീകരിച്ചു. പിന്നെ നമുക്ക് എന്നാണോ ഈ ഡോളറുകൾ കയറി $100 മേലെ ആകുന്നത്, അപ്പൊ നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് അതിനെന്തായാലും നമ്മൾ യൂട്യൂബിന്റെ സഹായം തേടേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്കത് കറക്റ്റ് ഓരോ സംഭവങ്ങളും, നമുക്ക് പരിചയമില്ലാത്ത ഓരോ ക്ലോസുകളും ഓരോ ഫോമുകളും ഓരോ ലോയിൽ വരുന്ന സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വെറുതെ ഫില്ലപ്പ് ചെയ്ത് പോകണ്ട. ഇങ്ങനെ ടാക്സ് ഫോം ഫില്ല് ചെയ്യണ സംഭവം യൂട്യൂബിൽ അടിക്കുക, അല്ലെങ്കിൽ മോണിറ്റൈസേഷന്റെ സംഭവം എന്താണോ ഫില്ല് ചെയ്യാൻ തന്നേക്കണേ അതിന്റെ പേര് യൂട്യൂബിൽ അടിച്ചാൽ കറക്റ്റ് വീഡിയോ ഉണ്ടാവും എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അതുപോലെയാണ് ഞാൻ ചെയ്തു കൊടുത്തത്. എനിക്ക് ആരും പറഞ്ഞുതരാൻ ഉണ്ടായില്ല, ആരും എൻ്റെ കൂടെ യൂട്യൂബേഴ്സ് ഉണ്ടായില്ല, എനിക്ക് ഡൗട്ട് ചോദിക്കാൻ ആരും ഉണ്ടായില്ല. എനിക്ക് എൻ്റെ കൂടെ യൂട്യൂബ് മാത്രമേ ഉണ്ടായുള്ളൂ. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ യൂട്യൂബിൽ അടിക്കുക. ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചതും, ഞാൻ യൂട്യൂബാണ് എനിക്ക് ഇതെല്ലാം പറഞ്ഞു തന്നതും, യൂട്യൂബിൽ നിന്നാണ് ഇതെല്ലാം അറിഞ്ഞതും, ഞാൻ യൂട്യൂബർ ആയതും. അപ്പൊ എല്ലാത്തിനുള്ള ആൻസർ യൂട്യൂബിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറയാണ്, നമുക്ക് നമ്മുടേതായ ഒരു ഇൻകം എന്ന് പറയുന്നത് എത്രയൊക്കെ ആൾക്കാർ നമ്മളെ പൊന്നുപോലെ നോക്കിയാലും അത് ഭയങ്കര വാല്യൂബിൾ ആണ്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. നമ്മൾ ഏത് ജോലി ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യുമ്പോൾ അതെനിക്ക് നന്നായി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ എനിക്കറിയാവുന്ന എന്ത് കാര്യവും പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഫോൺ ചെയ്തും വീട്ടിലേക്ക് ഒന്നും ചോദിക്കരുത്. എന്താ വെച്ചാൽ ഞാൻ ഏത് സമയത്താണ് വീട്ടിലുണ്ടാവുക, ഞാൻ എന്താ ചെയ്യുന്നുണ്ടാവുക, നമ്മൾ വെയ്യാത്ത അവസ്ഥയിലാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഫോൺ ചെയ്യലും നേരിട്ട് കണ്ട് സംസാരിക്കലും ഒക്കെ ഞാൻ ഒന്ന് പറയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. കമന്റ്സ് ആയിട്ട് ഇട്ടോ, ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോയും ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അതായത് എൻ്റെ യൂട്യൂബ് ഇൻകം അത്രയാണ്. ഇതാണ് എനിക്ക് എൻ്റെ അറിവുകൾ പറയാനുള്ളത്. ഇതിൽ കൂടുതൽ അറിവുകൾ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ വേറെ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.